നമസ്കാരം. എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എഴുന്നേറ്റ ഉടൻ ഈ ഒരു കാര്യം ചെയ്യാമെങ്കിൽ നമ്മുടെ വയറും വണ്ണവും എല്ലാം കുറയാൻ വളരെ എളുപ്പമായിരിക്കും. ഒരു സ്പൂൺ നെയ്യും വെള്ളവും മാത്രം മതി. നോക്കാം നമുക്ക്. ചെറു ചൂടുള്ള വെള്ളവും ഒരു സ്പൂൺ നെയ്യും എടുത്ത് നിങ്ങളുടെ പ്രഭാതം ആരംഭിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്കറിയാലോ. വളരെ ലളിതമാണ് ഈ പാനീയം തയ്യാറാക്കുവാനായിട്ട്. സമ്പന്നമായ പോഷക ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് നെയ്യ്. ചെറു ചൂടുള്ള വെള്ളത്തിൽ കലർത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു പാനീയമായി ഇത് ലഭിക്കുന്നു. ഇത് വിഷവസ്തുക്കളെ പുറന്തള്ളാനും ദഹന പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാനും നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. നെയ്യിലെ ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ സാന്നിധ്യം കുടലിൻ്റെ ആരോഗ്യത്തിന് ഗുണകരവുമാണ്. ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകുകയും നമ്മളെ ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്നു. രാവിലെ വെറും വയറ്റിൽ നെയ്യ് വെള്ളം കുടിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിലും ഹോർമോൺ അളവ് സ്ഥിരപ്പെടുത്തുന്നതിലും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പാനീയം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കുന്ന നെയ്യ് വെള്ളം പ്രകൃതിദത്തമായ ശുദ്ധീകരണമായി പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ശരീരത്തിലെ വിഷവസ്തുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. കരളിൻ്റെ ആരോഗ്യത്തിനും വളരെ ഗുണം ചെയ്യുന്നു. കൂടാതെ ഇതിൻ്റെ ദഹന എൻസൈമുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും വയറുവേദന, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും സുഗമമായ ദഹന പ്രക്രിയ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. മികച്ച ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ശരീരഭാരം കുറയ്ക്കുവാനും ചർമ്മത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. നമ്മുടെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ നെയ്യ് വെള്ളം ഉൾപ്പെടുത്തുന്നതിൻ്റെ നേട്ടങ്ങളാണ്. ശരീരഭാരം കുറയ്ക്കുന്നതിലൂടെ അതിൻ്റെ ഫലപ്രാപ്തിയാണ് ഇത്. പ്രത്യേകിച്ച് അടിവയറ്റിന് ചുറ്റുമുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതും ഇല്ലാതാവും. ഒരാളുടെ ഭാരം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളിൽ കാര്യമായിട്ടുള്ള സംഭാവനയാണ് നെയ്യ് നമുക്ക് നൽകുന്നത്. ഒരു പാനീയം വയറ് കൂടിയതും വയറുള്ള പ്രശ്നങ്ങളും ഒക്കെയായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഈ പാനീയം. അപ്പോൾ എല്ലാവരും ഈ പാനീയം ഉണ്ടാക്കി നോക്കുക. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അത് അസുഖങ്ങളുള്ളവർ ഡോക്ടറെ അടുത്ത് ചോദിച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിക്കുക. ഈ ഒരു അറിവ് പകർന്നു തന്നു എന്ന് മാത്രം. ചെയ്യുന്നതും ഉണ്ടാക്കി കുടിക്കുന്നതൊക്കെ അവരവരുടെ ഉത്തരവാദിത്തത്തിൽ ചെയ്യുക.